നമസ്കാരം. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് ഞാൻ. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു മർഡർ കേസ്. അത് വെറും ഒരു മർഡർ കേസൊന്നുമല്ല, പ്ലാൻ ചെയ്ത് ഭയങ്കര ക്രൂരമായിട്ട് മൃഗീയമായിട്ട് അതൊക്കെ ഒരു മൃഗീയത, ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുതാവും. അതിലുപരി ആ ഒരു പൊടി കുഞ്ഞിൻ്റെ ശരീരത്ത് ഒരു 1.5 വയസ്സുകാരനെ ഏൽക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു 91 മുറിവുകളാണ് കണ്ടുപിടിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അത്രയ്ക്ക് നികൃഷ്ടമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനും 2 മക്കളുടെ അമ്മയാണ്. 2 കുഞ്ഞുങ്ങൾ എനിക്കും ഉള്ളതാണ്. അപ്പം നമുക്കും എവിടെ ഏതൊരു കുഞ്ഞിൻ്റെ ഒരു വാർത്ത കണ്ടാലും നമുക്കത്, എൻ്റെ മനസ്സിൽ അത് നല്ല രീതിയിൽ തന്നെ ഹേർട്ട് ചെയ്യും. നമുക്കത് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പം ഒരു 2-3 ദിവസമായി കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഒക്കെ ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. പറയാൻ വന്നത് വേറൊന്നുമല്ല, ദൈവം അർഹിക്കുന്ന കരങ്ങളിൽ കൊടുക്കില്ല. കുഞ്ഞുങ്ങളെ ആയാലും അതിപ്പോൾ ഏതൊരു വസ്തു ആയാലും ശരി, തന്നെ അർഹിക്കുന്ന ആളുകൾക്ക് ദൈവം കൊടുക്കില്ല. അമ്മയെന്ന് അവരെ പറയാൻ പറ്റില്ല. ആ ഒരു സ്ത്രീയും ആ ഒരു നരാധമനും. ഞാൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കേരളക്കരയിലെ മൊത്തം അമ്മമാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ അവളെ അവനെയും കഴുമരത്തിലെങ്കിലും ഏറ്റണം. കാരണം അതാണ് കുറഞ്ഞ ശിക്ഷ. അതല്ലെങ്കിൽ അവളെ അവനെയും വെറുതെ ജയിലിൽ കയറ്റി ആഹാരം കൊടുത്ത് ഫുഡ് കൊടുത്ത് കനപ്പിച്ച് നിർത്താതെ ഒന്നുകിൽ കഴുമരത്തിലേറ്റുക, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നീതിപീഠം ഈ ഒരു നിയമത്തിനോട് അത്യധികം കൂറ് പുലർത്തിക്കൊണ്ട്, ഇത് നിയമത്തിനോട്, ഒരു നീതിന്യായ വ്യവസ്ഥയോട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട CM-നോടാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ തന്നെ ഒരുപാട് അമ്മമാർ, ഈ ഒരു അമ്മമാർ മാത്രമല്ല എല്ലാവരും, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വാർത്ത അത്യധികം ഷോക്കായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഇപ്പോഴാർക്ക് തന്നെ ഒരു ന്യൂസിൽ കണ്ടു, അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ നിൽക്കുന്ന ആ നാട്ടുകാർക്കിടയിൽ ആ നാട്ടുകാരെ പിടിച്ചു തള്ളി മാറ്റിയിട്ടാണ് ഇവർക്ക് എസ്കോർട്ട് പോകുന്ന കണക്ക്. എന്തോ ഒരു വലിയ വീരകൃത്യം ചെയ്തിട്ട് അതിന് എസ്കോർട്ട് പോകുമല്ലോ, അതേ കണക്കാ പോലീസുകാരൊക്കെ പോയത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു ഇത്, നമുക്ക് ആ ഒരു നമ്മുടെ ഒരു നിയമവ്യവസ്ഥയോട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വെറുപ്പും അവജ്ഞതയും തോന്നുകയാണ്. കാരണം എന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം പോലീസുകാർ ഒന്ന്